ക്രൂശിതനായ ക്രിസ്തുവിന് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സമുൽകീർണകരം കീലവിതാരിത പാദദ്വയം ശൂലവിച്ഛിന്ന ഹൃദയം ത്രിലോകേശമനശ്വരം ക്രിസ്തും കന്യാസുതം വന്ദേ. വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കാൽവരിയിലെ യാഗത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു ഗീതമാണ്. കരങ്ങൾ കുരിശിൽ വിരച്ചും ആണികൾ പാദങ്ങൾ തുളച്ചും നെഞ്ചിടം കുന്തത്താൽ വിച്ഛേദിക്കപ്പെട്ടും, നമ്മൾ നേരത്തെ വായിച്ചു കേട്ടതുപോലെ ഐസയാസ് പ്രവാചകന്റെ പുസ്തകത്തിലെ വായനയിൽ തെളിഞ്ഞ രൂപം പോലെ അഴകില്ല, ആകാരഭംഗിയില്ല, മനുഷ്യനെന്ന് തോന്നുന്നില്ല, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന മൃഗമാണ്, രോമം കത്രിക്കാൻ കൊണ്ടുപോകുന്നവനെ പോലെ മൗനം അവലംബിക്കുന്നവനാണ്. ഇന്ന് ക്രൈസ്തവ ലോകം മുഴുവൻ ഇത്തരമൊരു ക്രിസ്തുവിന് തങ്ങളുടെ ആരാധന സമർപ്പിച്ചുകൊണ്ട്, അതുവരെ ലോകം അവഹേളനത്തിൻ്റെ അടയാളമായി കരുതിയിരുന്ന കുരിശിനെ ആരാധിക്കുന്ന ഒരാരാധനക്രമത്തിൽ പങ്കെടുക്കുന്ന സമയമാണിത്. കുരിശാരാധന. പീഡാനുഭവത്തിൻ്റെ നാടകീയമായ അവതരണങ്ങൾ, വായനകൾ മുഴുവൻ നമ്മൾ കേട്ടു. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മയാണ് ദുഃഖവെള്ളി. രക്ഷാകരമായ ഈ വെള്ളി ഈ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് മാനവകുലം മുഴുവൻ ഒരു ദൈവത്തെ യഥാർത്ഥത്തിൽ ഇവൻ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറയുന്ന നിമിഷമാണിത്. എന്തുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി ഇതുപോലൊരു ദാരുണ മരണം ഏറ്റെടുക്കാൻ കാരണം? എന്തിനാണ് അവൻ ഇത്രയേറെ ചാട്ടവാറടികളേൽക്കുകയും സ്വയം വിരൂപനാക്കുകയും ജീവിതത്തിൽ ഇതുപോലെ അഴകും ആകാര ഭംഗിയുമില്ലാതെ നോക്കി നിൽക്കുന്നവർ മുഖം മറയ്ക്കുന്ന രീതിയിൽ വിരൂപനായിക്കൊണ്ട് ഇത്രയേറെ പീഡാസഹനങ്ങളും വേദനകളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ദാരുണ മരണം അവൻ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ ആഴമാണ് ക്രിസ്തുവിനെ ഈ മാനവ കുലത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ, കുരിശിൽ കൈയാളിക്കാൻ, തൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ പോന്ന വിധം പ്രേരിപ്പിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിശ്വാസികൾക്ക് പറ്റുന്ന ഒരു പരാജയമുണ്ട്, അപജയമുണ്ട്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് എല്ലാ ദുഃഖവെള്ളിയും പോലെ ഇതും അങ്ങൊടുക്കും. ഈ പീഡാനുഭവങ്ങളെ ഓർത്ത് ചഞ്ചലചിത്തനാകുന്ന ഒരു ക്രിസ്തു അല്ല കുരിശിൽ മരിക്കുന്നത്. ശരിയാണ്, ഗത്സമനിയിൽ വെച്ച് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിരിക്കുന്നത് പോലെ വരാൻ പോകുന്ന തൻ്റെ പീഡാനുഭവത്തിൻ്റെ ഇത്രയും ദാരുണമായ ദുരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടല്ല. പലപ്പോഴും അങ്ങനെയാണ് ആ ഭാഗം വ്യാഖ്യാനിക്കുന്നതും വ്യാഖ്യാനിച്ച് കേൾക്കുന്നതും. എത്ര സുന്ദരമായിട്ട് സുവിശേഷങ്ങളിൽ താൻ നടന്നു കയറുന്നത് ജെറുസലേമിലേക്കാണെന്നും തൻ്റെ പീഡാനുഭവത്തിൻ്റെ ഏകാന്തതയിലേക്ക് ഊളിയിടാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും 1, 2, 3 തവണ ആവർത്തിച്ച് പ്രവചനങ്ങളിലൂടെ താൻ സഹിക്കാൻ പോകുന്ന കുരിശുമരണത്തെക്കുറിച്ചും ഇതുപോലെ ദാരുണമായ ഒരു മരണത്തെക്കുറിച്ചും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ക്രിസ്തുവിന് ആ സമയം വന്നപ്പോൾ മനസ്സിടറിയോ എന്ന് നമ്മളും ചിന്തിച്ചു പോകാം. അവൻ ദൈവവും മനുഷ്യനുമായിരുന്നു എങ്കിലും അത് അവനെക്കുറിച്ചുള്ള
അവൻ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു മരണത്തെക്കുറിച്ചുള്ള പേടി സ്വപ്നമായിരുന്നില്ല അവൻ്റെ കണ്ഠമിടറിയതും അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്തതും. മറിച്ച് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി പാപത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ പൈശാചികതയുടെയും പിടിയിൽ അമർന്ന മനുഷ്യൻ ദൈവിക ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട് അവൻ്റെ ദാരുണമായ അവസ്ഥയോർത്താണ് ക്രിസ്തു വിലപിച്ചത്. ഈ പാനപാത്രം അകന്നു പോകണമേ എന്നവൻ്റെ പ്രാർത്ഥന അതിനു വേണ്ടിയായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, സ്നേഹമാണ് ഈ പീഡാസഹനങ്ങൾ ഏറ്റെടുക്കാൻ ക്രിസ്തുവിനെ നിർബന്ധിച്ചത്. കുരിശിൽ മരിക്കുകയും കുരിശാരാധന നടത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖവെള്ളിയുടെ കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ പതിവ് പ്രവണതയിൽ നിന്നും മാറി ഈ കുരിശെടുക്കാൻ ക്രിസ്തുവിനെ പ്രേരിപ്പിച്ച സ്നേഹത്തിൻ്റെ ഈ മനോഹരമായ ഈ മഹാകാവ്യത്തെക്കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും സാധിച്ചില്ല എങ്കിൽ പീഡാസഹനങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നവരെ അല്ല അവന് വേണ്ടത്. കുരിശിൻ്റെ വഴിയിൽ കടന്നു വരുന്നവരോട് അവൻ പറഞ്ഞു, എന്നെ ഓർത്ത് നിങ്ങൾ വിലപിക്കരുത്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കണം. അതെ, നമുക്കാവശ്യമായിരിക്കുന്നത് ഈ ചൈതന്യവും തിരിച്ചറിവുമാണ്. പീഡാസഹനങ്ങളെ അത് ഏറ്റെടുക്കാൻ വേണ്ടി ക്രിസ്തുവിനെ പ്രേരിപ്പിച്ച സ്നേഹം 2025 ഫ്രാൻസിസ് മാർപ്പാപ്പ 4ാമതായിട്ട് പുറപ്പെടുവിച്ച ചാക്രിക ലേഖനത്തിൻ്റെ പേര് ദിലെക്സിത് നോസ് എന്ന് പറഞ്ഞാൽ ഹി ലവ്ഡ് അസ്, അവൻ നമ്മളെ സ്നേഹിച്ചു. 5 അധ്യായങ്ങളിലായിട്ട് ക്രിസ്തുവിൻ്റെ മുറിവേൽപ്പിക്കപ്പെട്ട തുളയ്ക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷ സാധിച്ചു തന്ന ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹത്തെ ഓർക്കാത്ത ദുഃഖവെള്ളി അല്ല. ക്രിസ്തുവിൻ്റെ പീഡാസഹനമല്ല, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അവനെ അതിന് പ്രേരിപ്പിച്ച സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് വാവിട്ട് നിലവിളിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ ദുഃഖവെള്ളിയുടെ ആചരണം നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടത്. അല്ലെങ്കിൽ അത് അർത്ഥശൂന്യമാണ്. കാരണം ദൈവമായിരുന്നവൻ യഥാർത്ഥ ബോധ്യത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ താൻ ഏറ്റെടുത്ത ലോകരക്ഷയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത പീഡാസഹനം, ആ സഹനത്തിന് അവനെ പ്രേരിപ്പിച്ച സ്നേഹമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചാഞ്ചല്യം ഉണ്ടാക്കേണ്ടത്. ഇല്ല എങ്കിൽ ഇത് ആചാരവും അനുഷ്ഠാനവുമായിട്ട് പോകും. അതിനല്ല, മറിച്ച് ആ തുടിക്കുന്ന ഹൃദയത്തെ നോക്കിക്കൊണ്ട്, ദൈവമേ, കാലമിത്ര കഴിഞ്ഞിട്ടും തമ്മിൽ സ്നേഹിക്കേണ്ടവർ സ്നേഹിച്ച് അനശ്വരരാകേണ്ടവർ എന്ന് ONV പാടുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ സ്നേഹശൂന്യരായിട്ട് ജലമുറഞ്ഞ ശിലകളെ പോലെ നമ്മൾ അസ്തമിക്കുകയും അധപതിക്കുകയും ചെയ്യുന്ന ഈ ആധുനിക ലോകത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ക്രിസ്തുവിന് ചിലത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ആ ക്രിസ്തുവിന് വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർമ്മിക്കണം. നാഥ, നിൻ കുരിശിൽ നിന്ന്, നിൻ മുറിവിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്നൊരു ജീവരക്തത്തിൻ തപ്തമാം ഓരോ കണികയും കാരുണീ രസം കലർന്നീ സർവം സഹയിങ്കൽ ചാരു ചെമ്പനീർ പൂവായി ഉത്ഫുല്ലമാകും നാളിൽ കാന്തി ചൂഴുമാ സ്നേഹ സൗരഭം ശോഭയേറും ഈ ഭൂവിലും സ്വർഗത്തിലും എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് MP അപ്പൻ കുരിശിൽ എന്ന കവിതയിൽ കുറിച്ചിടുന്നത് പോലെ ഈ സ്നേഹത്തിൻ്റെ ത്യാഗസുരഭിലമായ ചൈതന്യം നമ്മുടെ ഇടയിൽ പൂവിട്ടില്ല എങ്കിൽ ഈ നാഥനെ നോക്കിക്കൊണ്ട് അവൻ്റെ തിരുമുറിവുകളിൽ നൊലിക്കുന്ന രക്തം കണ്ടിട്ട് തൃപ്തി അടഞ്ഞു പോകുന്ന സാഡിസ്റ്റുകളാകാതെ, മറിച്ച് ജീവിതത്തിൻ്റെ പരുപരുത്ത നിലങ്ങളിൽ അവനെ പ്രേരിപ്പിച്ച സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും ജീവിക്കാൻ പോന്ന വിധം ജീവിതത്തെ പരുവപ്പെടുത്തുമ്പോൾ, മാനസാന്തരത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, അവിടെയാണ് ദുഃഖവെള്ളി രക്ഷാകരമായ ഒരു ഗുഡ് ഫ്രൈഡേ ആയിട്ട് മാറുന്നത് എന്ന് വിസ്മരിക്കരുത്. കാലം നമുക്കറിയാം, ഒത്തിരിയേറെ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ നിരത്തുന്നുണ്ട്. മനുഷ്യൻ വെറും ഡാറ്റയായിട്ട് അധപ്പതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ കടന്നു പോകുന്നത് ജീവിത പങ്കാളിക്ക് പോലും പകരം നിൽക്കാൻ പോകുന്ന റോബോട്ടുകളെ നിർമ്മിച്ചുകൊണ്ട്, റോബോട്ടിക് ഹ്യൂമനോയിഡ്സ്
ഈ കാലഘട്ടത്തെ അതിൻ്റെ എല്ലാ ചിന്താഗതികളും കാഴ്ചപ്പാടുകൾക്കും അപ്പുറം കയറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിവികാസത്തിന് വേണ്ടി പറന്നുയരുമ്പോൾ മറുവശേ ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകം ഇവിടെ പെരുകുന്നു എന്നതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിന് ആവശ്യം ടെക്നോളജികളെക്കാൾ തുടിക്കുന്ന ഹൃദയമാണ് എന്ന് നമ്മളോട് പങ്കുവച്ചത്. സ്നേഹവും ത്യാഗവും പങ്കുവെക്കലും കരുണയും ക്ഷമയും വിട്ടുവീഴ്ചയും ദയയും ഈ സമൂഹത്തിൽ പെരുകി വർദ്ധിച്ചെങ്കിൽ മാത്രമേ മനുഷ്യനിർമ്മിതമായ ബുദ്ധികൾ വളർന്നു വരുമ്പോൾ അതിനെ ഒരു സന്തുലിതാവസ്ഥയിൽ നിർത്താൻ പോന്ന വിധം മനുഷ്യജീവിതം അർത്ഥപൂർണമാകൂ. ഇല്ല എങ്കിൽ ഞാനും നീയും വെറും ഡാറ്റ മാത്രം. ഏത് നിമിഷം എന്തിനേയും ഇല്ലാതാക്കാൻ പോന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മെഷീൻ യന്ത്രവൽകൃതമായിട്ട് മാറ്റാൻ പോന്ന വിധത്തിൽ മനുഷ്യൻ വളർന്ന് കയറുമ്പോൾ സഹോദരങ്ങളെ, ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളാണ് നമുക്ക് ആവശ്യം. ദുഃഖവെള്ളിയിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും അതുതന്നെയാണ്. ഒരു ഹൃദയം നമുക്ക് വേണ്ടി സ്പന്ദിക്കുന്നുണ്ട്. ഈ ദുഃഖവെള്ളിയുടെ ദാരുണ പീഡയിൽ മാത്രമാണ് ക്രിസ്തു 14 കുരിശിടങ്ങളിലൂടെ, കുരിശിന്റെ വഴിയിലൂടെ, സ്ലീവ പാതയിലൂടെ കടന്നുപോയത് എന്ന് നമ്മൾ അങ്ങ് വിചാരിച്ച് വശാകാറുണ്ട്. അല്ല, ഈ സ്നേഹത്തിന്റെ ഗാഥ പരിശോധിക്കുമ്പോൾ പഴയ നിയമം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ശൂന്യതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ ഛായയും സാദൃശ്യവും നൽകി അവിടെ തന്നെ സോദോം ഗമോറയെ ആവർത്തിച്ചുകൊണ്ട് മനുഷ്യൻ ഈ സ്നേഹവലയത്തിൽ നിന്നും ദൈവത്തിൻ്റെ സഹിതഭാവത്തിൽ നിന്നും അകന്നു നടക്കുന്നത് നമ്മൾ കാണുകയാണ്. ദൈവം കൈവിടിഞ്ഞില്ല. അബ്രാഹത്തിലൂടെ ദൈവം പറഞ്ഞു, നീതിമാന്മാർ 5 or 10 പേര് മതി, ഞാൻ ഈ സമൂഹത്തെ നശിപ്പിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് സകലതിനെയും വിമോചിപ്പിക്കുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ ചങ്കും കരളുമായ ഇസ്രായേൽ ജനം എന്നെ വിട്ടിട്ട് വിഗ്രഹങ്ങൾക്ക് വ്യഭിചാരം ചെയ്യുന്ന തലത്തിലേക്ക് അധപ്പതിച്ചു പോയി സ്നേഹമില്ലാത്ത അവസ്ഥയായി പൊട്ടക്കിണറ്റിൽ വെള്ളം അന്വേഷിക്കുന്നു. സാരമില്ല, അവരെയും ഞാൻ വീണ്ടെടുക്കാം. ദൈവം കൈവിടാതെ സ്നേഹിക്കുന്ന പഴയ നിയമത്തിന്റെ ചരിത്രമാണ്. ഹോസിയ പ്രവചനം നമ്മൾ കാണുന്നുണ്ട്, നിന്നെ ചോറുണ്ണി ഊട്ടിയത് ഞാനാണ്. ഉണ്ണാൻ മറന്നാലും മറക്കാത്ത സ്നേഹമായിട്ട് നിന്റെ കൂടെ നടന്ന് നിന്റെ കൈക്ക് പിടിച്ച് കരുണയുടെ കയർ പിരിച്ച് നിന്നെ വഴി നടക്കാൻ പ്രേരിപ്പിച്ചത് ഞാനാണ്. ദൈവസ്നേഹത്തിന്റെ ഗാഥ പടിപടിയായിട്ട് പുരോഗമിക്കുകയാണ്. യെശയ്യാ, ജെറമിയ പ്രവചനങ്ങളിൽ മുഴുവൻ കാണാം, മലകൾ അകറ്റപ്പെട്ടേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, പക്ഷെ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയില്ല. പെറ്റമ്മ നിന്നെ മറന്നേക്കാം, പക്ഷെ ഞാൻ നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞ് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് പ്രവാചക ഗ്രന്ഥങ്ങളിൽ മുഴുവൻ ഈ സ്നേഹം പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. പഴയ നിയമത്തിന്റെ ഈ സ്നേഹഗാഥ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ച ഒരപ്പന്റെ മനസ്സാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ രൂപപ്പെടുന്നത്. ആ ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൽ ആ സ്നേഹത്തിന്റെ ഇരട്ടി മധുരം തെളിഞ്ഞു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പഴയ നിയമം മുതൽ ഇന്ന് ഈ ദുഃഖവെള്ളി വരെ എത്തി നിൽക്കുന്ന സ്നേഹത്തിന്റെ ഗാഥ ഞാൻ പറഞ്ഞത് ഈ ചരിത്രം ഓർമ്മിക്കാതെ ദുഃഖവെള്ളിയെ കടത്തിവിടരുതേ എന്ന് കേണപേക്ഷിക്കാനാണ്. ഈ സ്നേഹത്തിന്റെ ചരിത്രമാണ് സൃഷ്ടിക്കുന്ന സ്നേഹം, വിമോചിപ്പിക്കുന്ന സ്നേഹം, കൈക്ക് പിടിക്കുന്ന സ്നേഹം, കാതലായ സ്നേഹം, വാക്കിൽ വ്യത്യാസം വരുത്താത്ത സ്നേഹം, അമ്മയെപ്പോലെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം, പാപിയായ എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് വേണ്ടി സ്വയം ശൂന്യനാകുന്ന സ്നേഹം. ഇത് നിന്റെയും എൻ്റെയും കുടുംബത്തിലും സമൂഹത്തിലും ഇടവകയിലും ഉണ്ടെങ്കിൽ ഈ ദുഃഖവെള്ളി ആചരണം കൊണ്ട് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഇത് ജലരേഖയാണ്, വെള്ളത്തിൽ വരയിടുന്നതിന് തുല്യമാണ്. കാരണം അവൻ മരിച്ചത് അത്രമേൽ സ്നേഹിക്കയാലാണ്. അത്രമേൽ സ്നേഹിക്കൊണ്ടാണ് അവൻ മരിച്ചതെന്ന് ഓർമ്മിക്കണം. ആ സ്നേഹത്തിനാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം കൊടുക്കുന്നത്. ഈ ലോകം മുഴുവൻ നമുക്കറിയാം, ഇന്നത്തെയും പത്രവാർത്ത ഞടുക്കുന്നതായിരുന്നു. പറക്ക പറ്റാത്ത കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യക്രിസ്ത്യാനികളടക്കം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്ത് പറയൂ,
സ്നേഹമാണോ സാങ്കേതികതയാണോ നമുക്ക് ആവശ്യം? ത്യാഗമാണോ നമുക്ക് ആവശ്യം? വിട്ടുവീഴ്ചയാണോ നമുക്ക് ആവശ്യം? അതെ, നമ്മുടെ കുടുംബങ്ങളിൽ മുഴുവൻ ഈ കുരിശിൽ നിന്നൊഴുകിയ രക്തം പരന്ന് പടരണം. അവനിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഒരു സമൂഹം മുഴുവൻ സ്നേഹത്തിൽ ഒരുമിച്ച് പങ്കിടാനും ഒരു ജീവൻ അത് ദൈവം തന്ന ദാനമാണെന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ അന്ധത ബാധിച്ച് ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ ചുമ്മാതല്ല ഇവിടെ എമ്പുരാന്മാര് വളരുന്നത്. കുരിശിനെ തലകീഴാക്കിക്കൊണ്ട് ഇന്ന് ലോകം അത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ സത്യക്രിസ്ത്യാനികളെ, നമുക്ക് നഷ്ടപ്പെട്ട സാക്ഷ്യത്തിന്റെ ചൂടാണ്. നമ്മൾ തണുത്തുറഞ്ഞു പോയി. ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ അധപ്പതിച്ചെങ്കിൽ ഉയരും ഇതുപോലെയുള്ള പല ചോദ്യങ്ങളും. ചെകുത്താന് സ്തുതി പാടാൻ വേണ്ടി, സാത്താൻ ആരാധന കൊടുക്കാൻ വേണ്ടി അണിഞ്ഞിറങ്ങുന്ന അതേത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സിനിമാ ലോകമാണെങ്കിലും സകലരും ഇറങ്ങും. കാരണം സത്യക്രിസ്ത്യാനികളായ നമ്മളിൽ നിന്ന് സ്നേഹത്തിന്റെ സാക്ഷ്യത്തിന്റെ ചൂടും ചൂരും നഷ്ടപ്പെട്ട് ജലമുറഞ്ഞ ശിലകളായിട്ട് നമ്മൾ മാറുന്നത് തന്നെയാണ് അതിന് കാരണം. ഈ ക്രൂശിതന് ജീവിതം കൊണ്ട് സാക്ഷ്യം പകരാൻ തയ്യാറല്ലെങ്കിൽ ഇറങ്ങിപ്പോ. നമുക്കതാണ് ആവശ്യം. കാരണം ഓശാനയ്ക്ക് ഓലയും പിടിച്ച് പെസഹായിക്ക് അപ്പവും മുറിച്ച് കാലും കഴുകി ഈ ദുഃഖവെള്ളിയിൽ കുരിശിന്റെയും വഴി നടത്തി സ്വസ്ഥമാകാനുള്ള ഒരു ജീവിതമല്ല നമുക്ക്. ഈ കാലഘട്ടം എപ്പോഴൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറുന്നോ ആ സമയം മുഴുവൻ ഇതാണ് സ്നേഹത്തിന്റെ തുടിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞ് അവൻ നമ്മളെ സ്നേഹിച്ചതിന്റെ ചരിത്ര സാക്ഷികളായിട്ട് മാറാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ മറുവശത്ത് വളരും. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. ഈ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിന് ഒരു ദൗത്യമുണ്ട് നിറവേറ്റാൻ. മറ്റൊന്നുമല്ല, അവന്റെ സ്നേഹത്തിന് സാക്ഷ്യം പകരാൻ. എൻ്റെ കുടുംബവും എൻ്റെ വ്യക്തി ജീവിതവും എത്രമാത്രം ഈ സ്നേഹിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചൈതന്യത്തിലാണ്. ആ ദൈവത്തെ എത്രമാത്രം എൻ്റെ ഉള്ളിലും ഹൃദയത്തിലും ഞാൻ സൂക്ഷിക്കുന്നുവെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കണ്ണീരും കയ്പുനീര് കുടിയൊന്നും കർത്താവിന് ആവശ്യമില്ല. സ്നേഹത്തിന്റെ നൈർമല്യം വീണ്ടെടുക്കാൻ മനസ്സ് കാണിക്കാതെ, പ്രതിജ്ഞാബദ്ധരാകാതെ ഈ ദുഃഖവെള്ളി യാതൊരു അർത്ഥവുമില്ലാതെ അസ്തമിക്കും എന്നോർമ്മിക്കണം. ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ ഇന്ന് ഈ കുരിശിന്റെ പാതയിൽ വേദനയോടുകൂടെ നിങ്ങൾ നടക്കും. ഈ കുരിശ് ആരാധനയുടെ നിമിഷം കുരിശിലേക്ക് നോക്കി അയ്യോ ദൈവമേ എന്ന് നിങ്ങൾ നെടുവീർപ്പിടും. പക്ഷേ സായാഹ്നത്തിന്റെ തിരശീല വീഴുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പതിവ് ചപലതകളിലേക്കും ചാഞ്ചല്യങ്ങളിലേക്കും കുടിയേറും. സഹോദരങ്ങളെ, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, സുവിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞത് നിരന്തരമായ ഒരു മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. ഈ സ്നേഹിക്കുന്ന ഒരു ഹൃദയം അവന്റെ കുരിശിൽ നമുക്ക് വേണ്ടി പിടയുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാ വിശുദ്ധ അഗസ്തീനോസ് മനോഹരമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സഭാപിതാവ് മനോഹരമായിട്ട് ഈ കുരിശിലെ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അവൻ 3 കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഒന്ന്, അവൻ കരങ്ങൾ വിരിച്ചു പിടിച്ചാണ് കുരിശിൽ മരിച്ചത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇനി തുടർന്ന് വരാൻ പോകുന്ന സാർവത്രിക പ്രാർത്ഥന നമ്മുടെ ആരാധനക്രമത്തിന്റെ ചങ്കും ചക്രവാളവുമാണ്. അത് സകലരെയും ആശ്ലേഷിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ലോകത്തിൽ കരയിലും കടലിലും വായുവിലും യാത്ര ചെയ്യുന്നവരെ അടക്കം ഈ ക്രൂശിതൻ അടിമ വെച്ചുകൊണ്ടുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകും. സഹോദരങ്ങളെ, അഗസ്തീനോസ് പറയുകയാണ്, ക്രിസ്തു കുരിശിൽ കരങ്ങൾ വിരിച്ചത് സകലരെയും ആശ്ലേഷിക്കാനാണ്. ഈ ആശ്ലേഷമാണ് ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. വിശാല ഹൃദയം നഷ്ടപ്പെട്ട ഇടുങ്ങിയ ചിന്തകളും ചിന്താഗതികളും മാത്രമായിട്ട് നമ്മുടെ ജീവിതം അസ്തമിക്കുകയാണ്. എൻ്റെ കുടുംബമെടുക്ക്, എൻ്റെ വ്യക്തി ജീവിതമെടുക്ക്, എൻ്റെ സാമൂഹിക പ്രവർത്തനമടക്ക്, എങ്ങനെയെങ്കിലും ഞാനും എൻ്റെ ലോകവും മാത്രം. ക്രിസ്ത്യാനി ഇവിടെ ഒരു വെല്ലുവിളിയായിട്ട് ഉയർന്നു വരണം. ക്രിസ്തു ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി നാനാദിക്കിൽ നിന്നും, തെക്കു നിന്നും, വടക്ക് നിന്നും, കിഴക്ക് നിന്നും, പടിഞ്ഞാറ് നിന്നും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ജനതയെ ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി തന്നെ ബലി ചെയ്തെങ്കിൽ, ആ കുരിശിൽ അവൻ കരങ്ങൾ വിരിച്ചു പിടിച്ച് മരിച്ചത് പാപികളായ നമ്മളെ ആശ്ലേഷിക്കാനാണെങ്കിൽ,
കുറച്ചും കൂടി വിശാലമായ ഒരു ഹൃദയത്തിന് ഉടമ നിന്നിൽ നിന്ന് ക്രൂശിതൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരാണ് നീ? ഇത്രയേറെ ഞാൻ ഭാവങ്ങളും അഹന്ത ചിന്തകളും കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടാൻ മാത്രം ഞാൻ ആരാണ്? ചൈനീസ് ചിന്തകനായ കൺഫ്യൂഷ്യസ് വലിയ അറിവുള്ളവനായിരുന്നു. ചെല്ലുന്നിടത്തെല്ലാം അറിവ് വിളമ്പി വിളമ്പി മടുത്ത് അവസാനം അദ്ദേഹം ചോദിക്കും, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചെഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, സാറിൻ്റെ പുരികത്തേൽ എത്ര രോമങ്ങളുണ്ടെന്ന്. അന്ന് കൺഫ്യൂഷ്യസ് അടിയറവ് വെച്ചെന്നാ പറഞ്ഞേ, ഒന്നും അല്ലെന്ന്. അന്നും ഇന്നുമല്ല. ഈ ഞാൻ ഭാവങ്ങളെ മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ ഹൃദയത്തിലും മനസ്സിലും പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട വാർത്ത എത്ര മനോഹരമായിട്ടാണ്. ഏതാണ്ട് 8 ദിവസത്തേക്ക് സ്പേസിലേക്ക് പോയ സുനിത വില്യംസും ബുച്ച് വിൽമോറും എത്ര സുന്ദരമായിട്ട് അവരുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തി. ശാസ്ത്രം, ലോകം ഏതെല്ലാം തരത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് ഓർമ്മിക്കണം. കൈത്തുമ്പിൽ സകല ഇൻഫർമേഷനും നമുക്ക് എത്തി നിൽക്കുന്ന ഇൻഫർമേഷൻ്റെ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ അതിസുന്ദരമായിട്ട് 8 ദിവസത്തേക്ക് സ്പേസിൽ പോയി 286 ദിവസം അവിടെ കിടന്നിട്ട് തിരിച്ചു വന്ന മനുഷ്യനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഓൾ ദീസ് മൈ ഫീലിംഗ്സ് ഗോ ബാക്ക് ടു മൈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഓർമ്മിക്കണം, ബുച്ച് വിൽമോർ ആരായിരുന്നെന്ന്. ഒന്നാന്തര ഫുട്ബോളർ, സയന്റിസ്റ്റ്, ഫിലോസഫർ, റൈറ്റർ, ശാസ്ത്രജ്ഞൻ, അവാർഡുകൾ കൊണ്ട് ഒരു വീട് മുഴുവൻ നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഈ കാലഘട്ടത്തോട്, ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. ഈ സ്പേസിലേക്ക് കടന്നുപോയിട്ട് ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ മുഴുവൻ മനുഷ്യ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമാണ്. ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തന്റെ കരങ്ങളില്ല എങ്കിൽ ഈ വിശ്വം ചേതനാശൂന്യമാകും എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തന്റെ വിശ്വാസത്തിന് അടിവരയിട്ടു. സത്യക്രിസ്ത്യാനികളെ, നിന്റെ വിശ്വാസം എവിടെ? ഈ ക്രൂശതനുള്ള എൻ്റെ വിശ്വാസം ഞാൻ ഇന്ന് ജീവിക്കേണ്ടത് എൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം കൊണ്ടാണ്. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുടുംബത്തിനും വേണ്ടി സ്വയം എരിഞ്ഞില്ലാതായിത്തീരുന്ന ഈ സ്നേഹത്തിൻ്റെ സുവിശേഷങ്ങളായിട്ട് മാറാൻ ഈ കാലഘട്ടത്തിൽ നമുക്കായില്ല എങ്കിൽ ലഹരിയും സാത്താനുമൊക്കെ എത്ര പെട്ടെന്ന് നമ്മുടെ വീടുകളിലേക്കും സമൂഹങ്ങളിലേക്കും നടന്നെടുക്കും. കേരളം ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ നർക്കോട്ടിക് ഹബ്ബായിട്ട് മാറിയതിൽ എന്ത് അത്ഭുതമാണ്. ദൈവസ്നേഹത്തിന്റെ ലഹരി ഇല്ലാതെ പോകുമ്പോൾ മനുഷ്യൻ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം തീറെഴുതും. സ്വയം കുഴികുത്തി അതിനകത്തേക്ക് തന്നെ മുങ്ങാങ്കുഴിയിട്ട് കുത്തിച്ചാകാൻ വേണ്ടി അവൻ തന്നെ തീറെഴുതും. കാരണം അറിയില്ല അവന്റെ സിരകളിലൂടെ ഒഴുകുന്നത് ക്രൂശിൽ ക്രിസ്തു വീണ്ടെടുത്ത രക്തമാണെന്ന്. നമുക്ക് വേണ്ടി ക്രിസ്തു പാടുപീഡകൾ ഏറ്റെടുത്ത ഈ വലിയ ചൈതന്യമാണ് നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നതെന്ന്. നാഥ, നിന്റെ പിറവിയിൽ പൂത്തുലഞ്ഞ മാമരം കൊണ്ട് തന്നെ ഞങ്ങൾ നിനക്ക് തീർത്തു. നീതിമാനെ കുരിശും രക്തം ചൊരിയലും. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതി വെച്ചു ദുഃഖവെള്ളി സ്മരണയിൽ. നിന്റെ പിറവിയിൽ പൂത്തുലഞ്ഞ ഒരു മാമരം തന്നെ ഞങ്ങൾ കുരിശായിട്ട് പണിതുയർത്തി. ആ പണിഞ്ഞ മരത്തിൽ നിന്നെ മലർത്തിക്കിടത്തി കുരിശിൽ കൈകാലുകൾ വലിച്ചു നീട്ടാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കാരണം ഇത് മുഴുവൻ ഞങ്ങളുടെ ആചാരമാണ്. ഞങ്ങളുടെ ഹൃദയത്തെ, ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, അന്ധകരണത്തെ തൊട്ടു നിൽക്കുന്ന ആത്മീയതയുടെ അടിത്തറയില്ലാതെ കടപുഴകി വീഴുന്ന ജീവിതങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികളുടെ ലോകത്ത് പെരുകുന്നുണ്ടെങ്കിൽ ഈ 8 ഏക്കർ യൂദാസ്ലീഹായുടെ നാമധേയത്തിലുള്ള മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയത്തിലിരുന്ന് ഈ കുരിശിന്റെ വഴി, ഈ പീഡാനുഭവ ചരിത്രവും സാർവത്രിക പ്രാർത്ഥനയും കുരിശാരാധനയും നടത്തുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് അടിയന്തരമായ ഒരു മാനസാന്തരം ഉണ്ടായേ മതിയാകൂ. കുരിശിൽ ലജ്ജിക്കാനല്ല, ആ കുരിശിനെ രക്ഷയുടെ അടയാളമായിട്ട് ഉയർത്തിയ ക്രിസ്തുവിന്റെ പിന്നാലെ സധൈര്യം നടന്നു നീങ്ങാൻ, അവനിലുള്ള വിശ്വാസം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഈ ഒരു തലം കൊണ്ടാണ്. സകലരെയും ആശ്ലേഷിക്കുന്ന സാർവത്രികത എൻ്റെ വ്യക്തി ജീവിതത്തിനുണ്ടാകണം. ഇടുങ്ങിയ ചിന്തകളിൽ നിന്ന് മാറി വിശാലമായ ചിന്താഗതികളും വിശ്വാസത്തിൻ്റെ അനുരണനങ്ങളും സ്നേഹത്തിൻ്റെ പാഠങ്ങളും നിന്റെ കുടുംബത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ക്രൈസ്തവ സംസ്കാരം നിന്നിലുണ്ടാവണം. ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്, എന്തിനാണ് കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു തല ചായ്ച്ചത്?
ചുവട്ടിൽ നിൽക്കുന്ന പാപിയായ എൻ്റെ നെറുകയിൽ ചുംബിക്കാനാണ്. അഗസ്തീനോസ് പറഞ്ഞു വെക്കുകയാണ്, കുരിശിൽ കിടന്നുകൊണ്ട് അവൻ തല ചായ്ച്ചത് അതിൻ്റെ കടക്കൽ നിൽക്കുന്ന പാപിയായ എൻ്റെ നെറുകയിൽ ചുംബനമർപ്പിക്കാനാണ്. സ്നേഹത്തിൻ്റെ ചുംബനത്തിന് വഞ്ചനയുടെ ചുംബനമാക്കി വിധി എഴുതിയ ചരിത്രം, മാറ്റി എഴുതിയ ചരിത്രമാണ് നമ്മുടെ സകലർക്ക്, നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അല്ല, സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ പകരാനുള്ള നിമിഷമാണ് ദുഃഖവെള്ളി. സ്നേഹം കൊണ്ട് സകലരെയും ആശ്ലേഷിക്കാനും സ്നേഹത്തിൻ്റെ ചുംബനം നെറുകയിൽ അർപ്പിക്കാനും എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി എന്ന് പറയാനും ഉള്ള ആഹ്വാനം, അതാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ചങ്കിലെ ചോരയാൽ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണു സ്നേഹം. വെറും വാക്കല്ലിതാഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണെടുക്കുക. വെറും വാക്കല്ലിതാഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണെടുക്കുക. തിരികെ വേണ്ടൊന്നും ഈ തിരിച്ചറിവുകളല്ലാതെ. മുരുകൻ കാട്ടാക്കട മനോഹരമായിട്ട് ഈ ക്രിസ്തുഗാഥ ഇതു നിനക്കായി എന്ന പേരിൽ പാടി അഭിനയിച്ച്, അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ വിപ്ലവ മൊഴികളെ ഇത്രയേറെ ചാതുര്യത്തോടുകൂടെ ഈ കാലഘട്ടത്തിന് പകർന്നു. ചങ്കിലെ ചോര കൊണ്ട് പ്രാണനിലെഴുതിയ നേരിൻ്റെ പേര്. അതെ, സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കാൻ. ഈ നെറുകയിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നെറുകയിൽ സ്നേഹത്തിൻ്റെ ചുംബനമർപ്പിക്കാൻ വല്ലപ്പോഴെങ്കിലും ഈ നിവർത്തി വെച്ചിരിക്കുന്ന തല ഒന്ന് താഴ്ത്താനുള്ള വിനയം ദുഃഖവെള്ളി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്, ക്രിസ്തുവിൻ്റെ ഹൃദയം തുളയ്ക്കപ്പെട്ടതായിട്ട് നമുക്കറിയാം. ആ ഹൃദയത്തിന് എപ്പോഴും ഒരു മുറിവിൻ്റെ വിടവുണ്ട്. എന്തിനാണത്? അഗസ്തീനോസ് പറയും, പാപിയായ എനിക്കും നിനക്കും ഓടിക്കയറി ഒളിക്കാനുള്ള ഇടമാണ്. സഹോദരങ്ങളെ, ഈ ദുഃഖവെള്ളിയുടെ സ്മരണകൾ, ചിന്തകൾ, ധ്യാനം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട വിശുദ്ധമായ വിചാരമാണിത്. എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എനിക്കേറ്റിരിക്കുന്ന മുറിവുകളും സകലർക്കും കയറി ഒളിക്കാൻ ഇടം കൊടുക്കുന്ന ആ ക്രിസ്തീയ ചൈതന്യത്തിൻ്റെ ഇടമാക്കി മാറ്റണം. ഹി ലവ്ഡ് us. അവൻ നമ്മളെ സ്നേഹിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് മുറിവേറ്റത്. സഹിച്ചതിൻ്റെ വടുക്കളില്ലാതെ, സഹനമില്ലാതെ സ്നേഹിച്ചെന്ന് അവകാശപ്പെടാൻ കെൽപ്പുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക. അതെ, സഹനം സ്നേഹത്തിൻ്റെ മറുപദമാണ്. മുറിവുകൾ തിരുമുറിവുകളാക്കി മാറ്റിക്കൊണ്ട് ഈ കാലഘട്ടത്തിന് മുഴുവൻ ജീവന്റെ ചേതന, ജീവന്റെ ചൈതന്യം ഈ ലോകത്തിന് മുഴുവൻ പകർന്നു തന്ന ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ നമ്മൾ ഓരോരുത്തരും ധ്യാന നിർലീനരായി പങ്കെടുക്കുമ്പോൾ കരം വിരിക്കാൻ, നമുക്ക് എല്ലാവരെയും ആശ്ലേഷിക്കാൻ, നമ്മുടെ തലകൾ ചായ്ക്കാം, സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ നൽകാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ അവൻ്റെ മുമ്പിൽ എടുത്തു വയ്ക്കാം. ഒത്തിരി പേര് അതിലേക്ക് കയറി ഓടി ഒളിക്കട്ടെ. അഭയം നൽകുന്ന സ്നേഹം. ഈ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിനുണ്ടാവട്ടെ. സഹനത്തിൻ്റെ തീച്ചൂളയിൽ എരിയുമ്പോഴും അമരുമ്പോഴും ഓർമ്മിക്കണം. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിലെ ജാർസുഗുഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന്, ഒരു പ്രസ് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു സിസ്റ്റർ, കണ്ട് മുഖപരിചയമുള്ള ഒരു സിസ്റ്റർ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പം ഞാൻ അവിടെയുള്ളവരെ വിളിച്ച് ചോദിച്ചു, ഈ സിസ്റ്ററിനെ എവിടെയോ വെച്ച് കണ്ട് പരിചയം പോലെ. അന്നേരം അവർ പറഞ്ഞു, പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു മുഖമാണിത്, ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല എന്ന് പറഞ്ഞ് എന്നോട് പങ്കുവച്ചു. നാളുകൾക്ക് മുമ്പ് ഒറീസയിലെ ക്രൈസ്തവരെ ചുട്ടെരിച്ച സമയത്ത് പീഡനങ്ങൾ മുറ പോലെ, ഇന്നും അത് കുറവല്ല എന്നറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ രക്ഷിക്കില്ല. നമുക്കാവശ്യം ക്രിസ്തുവിൻ്റെ പിന്നാലെ അണിചേരുക എന്നുള്ളതാണ്. ആ ഒരു ചരിത്രം ഇവരറിഞ്ഞാൽ ഇവർ ഞടുങ്ങും. കാരണം വറചട്ടിയിൽ കിടത്തിയപ്പോൾ ഒരു വശം മാത്രമേ കരിയുള്ളൂ, എടുത്ത് മറിച്ചിടാൻ പറഞ്ഞ ആത്മീയതയാണ് ക്രൈസ്തവൻ്റേത്. താടി നീണ്ടിരുന്നപ്പോൾ കഴുത്ത് വെട്ടാമെന്ന ആരാച്ചാരോട് കഴുത്ത് താടി മുറിക്കരുത്, കഴുത്ത് മുറിച്ചോളാൻ പറഞ്ഞ സധൈര്യം പറഞ്ഞ ക്രിസ്തു സാക്ഷ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് വെടിക്കെട്ടുകാരൻ്റെ മക്കളെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കരുത് എന്ന് ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ പറയാനുള്ള ചങ്കൂറ്റവും നമ്മുടെ ജീവിതത്തിനുണ്ടാകണം. കാരണം നമ്മുടെ ക്രിസ്തു സഹിച്ചവനാണ്, സഹിച്ച് മരിച്ചു കിടക്കുന്നവനല്ല, ഉയർത്തവനാണ്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മിഷണറി ആയിട്ടുള്ള മനുഷ്യനെ
കൊന്നവർക്ക് പോലും പൂമാലയിടുന്ന ആർഷഭാരതത്തിന്റെ സംസ്കാരത്തിൽ ലജ്ജാഭരിതരായി തല താഴ്ത്തി നിൽക്കുന്ന ഒരു മാനവ സമൂഹം ഇവിടെയുണ്ട്. പക്ഷേ തളരില്ല, തകർക്കാനൊട്ടാവുമില്ല. അതുകൊണ്ടാണ് ഇത്രയും ഭയം നിങ്ങൾക്ക് ഞങ്ങളെ. കാരണം ഈ ഉള്ളിൽ തിളയ്ക്കുന്നത് ചോരയാണ്. സകലർക്കും വേണ്ടി ജീവൻ അർപ്പിച്ച ക്രിസ്തുനാഥന്റെ ചോരയും ചൂരുമാണ്. അതിനെ തളർത്താൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇനിയും രക്തസാക്ഷികൾ ഇവിടെ പെരുകും. വെട്ടിക്കൊല്ലാനും കുത്തിക്കീറാനും പൂമാലയിടാനും ഞങ്ങൾ നിന്ന് തരും നിങ്ങളുടെ മുമ്പിൽ. പക്ഷേ നാളെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്മാരകങ്ങൾ ഉയരും എന്നതിന് യാതൊരു സംശയവുമില്ല. അതാണ് ആ കന്യാസ്ത്രീ പറഞ്ഞത്. ഞാൻ ചോദിച്ചു നാളുകൾക്ക് മുമ്പ്, ഫാദർ അരുൾദാസ്, തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ അരുൾദാസ്, ഇത് സിസ്റ്റർ മീന, രണ്ടുപേരെയും ഉടുവസ്ത്രമില്ലാതെ നഗ്നരാക്കിക്കൊണ്ട് ഒറീസയുടെ വനാന്തരങ്ങളിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി മത ഭീകരർ അവരെ ബലി കഴിക്കാൻ വേണ്ടി ബലിക്കല്ലിലേക്ക് കൊണ്ടുപോവുകയാണ്. കാട്ടിൽ കൂട്ടിവെച്ചിരിക്കുന്ന കല്ലിൽ കഴുത്തറത്ത് ചോരയൊഴുത്തി ഏതൊക്കെയോ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ കൊണ്ടുപോകുന്ന വഴി ഈ ബലിക്കല്ലിലേക്ക് കൊണ്ടുപോയി വെച്ച് ഈ സിസ്റ്ററിന്റെ മുടിക്കുത്ത് പിടിച്ച് വലിച്ചിട്ട് കഴുത്ത് വെട്ടാൻ വേണ്ടി ഓങ്ങുന്ന സമയം ഈ ഫാദർ അരുൾദാസ് അദ്ദേഹം ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി എന്തോ ഒച്ചയുണ്ടാക്കി. ഉടനെ അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞു. ഈ മനുഷ്യനെ കൊണ്ടുപോയി അവർ അമ്പെയ്ത് കൊന്നു. നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അങ്ങനെ ഈ സിസ്റ്റർ എവിടെയോ ഓടി മറഞ്ഞു, കാട്ടിൽ കയറി. അവരേതോ ആദിവാസി കുടുംബങ്ങളിൽ അവിടെ അഭയം തേടി, അവിടെയും രക്ഷയില്ലാതെ ഓടി. അങ്ങനെ എങ്ങനെയോ അവരൊരു പള്ളിയിലും മഠത്തിലും ഒക്കെ ആയിട്ടെത്തി. ഇന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയപ്പോൾ ഇവരുടെ കഥ കേട്ടെൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ സമയക്കുറവ് കൊണ്ട് ചുരുക്കുകയാണ്. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ, ഒരു തവണയെങ്കിലും ഈ ക്രൂശിതനെ ഒന്ന് തള്ളി പറയാൻ തോന്നിയില്ലേ എന്ന് ചോദിച്ചു. നോ, ഒരിക്കലും എനിക്കായില്ല. കാരണം ശിഷ്യത്വം എന്ന് പറയുന്നത് കുരിശെടുത്ത് എന്നെ അനുഗമിക്കാൻ പറഞ്ഞ കർത്താവ് നൽകിയ ആഹ്വാനമാണ്. സഹോദരങ്ങളെ, ഈ കുരിശാരാധന നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ ഈ ക്രൂശിതൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു സമർപ്പണം, ആത്മധൈര്യം, ചങ്കുറപ്പ്. നമ്മുടെ കരച്ചിലും കണ്ണീരും അതൊന്നും ക്രിസ്തുവിന് ആവശ്യമില്ല. നമ്മുടെ മാനസാന്തരം, അല്പം കൂടി മനുഷ്യത്വമുള്ളവരാകാം, സ്നേഹിക്കാം, നമുക്ക് തമ്മിൽ അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. സഫലമീ യാത്ര എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ അതുപോലെ ധന്യമാക്കി നിർത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ സാക്ഷികളായി ദുഃഖവെള്ളിയുടെ സാക്ഷ്യം, ക്രിസ്തു നമുക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റെടുത്ത് വീണ്ടെടുത്ത അജഗണമായ നമ്മൾ ഇടയൻ്റെ കീഴിൽ ഒരേ ചൈതന്യത്തോടെ സ്പിരിറ്റോടുകൂടെ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളിലൂടെ മഹത്വപ്പെടും. നിങ്ങൾക്കെല്ലാവർക്കും ദുഃഖവെള്ളിയുടെ ദൈവാനുഗ്രഹങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ, എല്ലാ ദൈവാനുഗ്രഹത്തോടും കൂടെ നിങ്ങൾക്ക് നേരുന്നു. ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ.